എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നതിലേക്കൊരു തിരിഞ്ഞുനോട്ടമാണ് എന്റെ പഞ്ചായത്തിലൂടെ ലക്ഷ്യമിടുന്നത്. എറണാകുളം ജില്ലയിലെ ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് മനാഫാണ് നമ്മളോടൊപ്പമുള്ളത്. സ്വാഗതം ശ്രീ മനാഫ്. പഞ്ചായത്തിൽ ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നിങ്ങൾക്കൊന്ന് വിലയിരുത്താനാവുക? നമ്മുടെ കഴിഞ്ഞ 4 കൊല്ലക്കാലത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരിശോധിക്കുമ്പോൾ ഒരു സംതൃപ്തി നൽകുന്ന പ്രവർത്തനം ഈ പഞ്ചായത്തിന്റെ ഭരണകാലയളവിനകത്ത് ഈ ഭരണസമിതി നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്കുള്ള ഒരു അഭിപ്രായം. ഏറ്റവും ഫലപ്രദമായി തന്നെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അതിന്റെ പരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാനും എല്ലാം ഈ കാലയളവിൽ പരമാവധി ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഈ നഗരമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് എറണാകുളം ജില്ലയിലെ ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത്. എന്നാൽ പോലും കാർഷിക മേഖലയ്ക്ക് അത്യന്തം ഈ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. കർഷകരാണ് കൂടുതലായും ഈ ഒരു പഞ്ചായത്തിലുള്ളത്. അവർക്കായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ സബ്സിഡികളാണെങ്കിലും ഈ പോത്തുകുട്ടി വിതരണം, ഈ കോഴി വളർത്തലിന് അനുയോജ്യമായിട്ടുള്ള ഈ കോഴികളെ വിതരണം ചെയ്യൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നു വരുന്നുണ്ടോ അവിടെ? ഉണ്ട്. പ്രധാനമായും ഒരു നഗരവൽക്കരണം അതിവേഗം നടപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. എറണാകുളം പട്ടണത്തോട് ചേർന്ന് നിൽക്കുന്നതും GCDയുടെ പരിധിയിൽ വരുന്നതുമായിട്ടുള്ള ഒരു പഞ്ചായത്താണ് ആലങ്ങാട് പഞ്ചായത്ത്. പക്ഷേ എങ്കിൽ പോലും പഴയ കാലം മുതൽ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവിതം പൂർണ്ണമായി നിലനിൽക്കുന്നത്. മിക്കവാറും ആളുകളെല്ലാം കാർഷിക വൃത്തിയെ ആശ്രയിച്ചുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഘട്ടത്തിൽ നെൽകൃഷി വളരെ സമൃദ്ധമായി വിളഞ്ഞിരുന്ന ഒരു പഞ്ചായത്താണ് ആലങ്ങാട്. ഒരു ഘട്ടം കഴിയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെൽകൃഷി ഏതാണ്ട് ഇഷ്ടിയക്കളം പോലുള്ള ചില വ്യാവസായിക ആവശ്യങ്ങൾക്കായി വഴിമാറുന്ന സാഹചര്യം വന്നു. അത് വന്നതിന്റെ ഭാഗമായി നെൽകൃഷി പൂർണ്ണമായും ഏതാണ്ട് അസ്തമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നെൽകൃഷി വ്യാപകമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറേയേറെ പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരിശ്രമത്തിൽ ഏറെക്കുറെ വിജയം കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. തുടർച്ചയിലും അത് നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽകൃഷി മാറ്റി നിർത്തി കഴിഞ്ഞാൽ പച്ചക്കറി വ്യാപകമായി തന്നെ ഉൽപ്പാദിപ്പിക്കാനാവുന്ന ഒരു സാഹചര്യം ഉയർന്നിട്ടുണ്ട്. ഒരു വലിയ സെറ്റ് ചെറുപ്പക്കാർ ആലങ്ങാട് പഞ്ചായത്തിലെ കാർഷിക മേഖലയെ അവരുടെ വരുമാനത്തിന് ഉതകുന്ന തരത്തിലേക്ക് നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം അവർ നടപ്പാക്കി വരുന്നുണ്ട് ഈ കാർഷിക രംഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. ഇപ്പോൾ പച്ചക്കറി കൃഷി വ്യാപകമായി തന്നെ നടപ്പാക്കുന്നുണ്ട്. അതിനകത്ത് നൂതനങ്ങളായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ആ കൃഷി പൂർണ്ണമായും അവർ നടപ്പാക്കുന്നത്. ഇപ്പോൾ പൊട്ടുവെള്ളരി ഒരു പ്രധാനപ്പെട്ട കൃഷിയായി അവർ കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് പച്ചക്കറി വിളകളെല്ലാം തന്നെ ഒരു അത്യുൽപാദനം ഉണ്ടാക്കാൻ കഴിയും വിധത്തിലേക്കുള്ള വലിയ ഒരു പരിശ്രമം കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചെറുപ്പക്കാരെല്ലാം പരിശ്രമിക്കുന്നുണ്ട്. നല്ല വിളവ് അവർക്ക് കിട്ടുന്നുണ്ട്. കൃഷിക്കൊപ്പം കളമശ്ശേരി എന്നൊരു പദ്ധതി കളമശ്ശേരി MLA P. രാജീവ് ഇപ്പോൾ നടപ്പാക്കുന്നുണ്ട്. അത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തന്നെ വലിയ തോതിൽ കർഷകരെ ആശ്രയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ജലസേചനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങള്, അതേപോലെ തന്നെ കാർഷിക മേഖല കൃഷിക്കായി പരുവപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ MLAയുടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടപ്പാക്കുന്നുണ്ട്. നിരവധിയായ തോടുകളുടെ നവീകരണം ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള ജലസേചന സൗകര്യങ്ങൾ കൃഷിയിടങ്ങൾക്ക് ആവശ്യമായ രൂപത്തിൽ ലഭ്യമാകുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. അതൊരു കൃഷിയുടെ കുതിച്ചുചാട്ടത്തിന് ഇട നൽകുന്ന തരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആലങ്ങാട്ടിന്റെ കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള ഉന്നമനം കൊണ്ടുവരുമ്പോൾ തന്നെ വ്യാവസായിക മേഖലയിലും വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നിരവധി പദ്ധതികൾ ഇപ്പോൾ ചെറുകിട സംരംഭങ്ങൾ ആലങ്ങാട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ സാധാരണ സ്ത്രീകൾക്ക് അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും വിധത്തിലേക്കുള്ള ഒട്ടേറെ പദ്ധതികളും പഞ്ചായത്ത് അതിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പോത്തുകുട്ടികളുടെ വിതരണമായും മുട്ടക്കോഴികളുടെ വിതരണമായും ഒക്കെ പഞ്ചായത്തിൽ നടത്തിപ്പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ട്. സ്ത്രീകൾ 2ഉം 3ഉം 4ഉം ഒക്കെ ആളുകൾ ചേർന്നുകൊണ്ടുള്ള സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുകയും ആ സംഘങ്ങളുടെ രൂപീകരണത്തോടു കൂടി തന്നെ ചെറുകിട സംരംഭങ്ങൾ വ്യാപകമായി വരുന്ന സാഹചര്യമുണ്ട്. അതിനെല്ലാം തന്നെ വിപണി ഉണ്ടാക്കാൻ കഴിയും വിധത്തിലേക്കുള്ള നടപടികളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്.
തീർച്ചയായും ഈ എറണാകുളം പോലുള്ള ഒരു ജില്ലയിൽ പ്രധാനമായും ആളുകൾ നോക്കിക്കാണുന്നത് ഈ കുടിവെള്ളക്ഷാമം അടക്കമുള്ള പ്രശ്നങ്ങളാണ്. ഇത്തരത്തിൽ കുടിവെള്ളക്ഷാമം ഈ ഒരു പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? ഈ ശുദ്ധമായിട്ടുള്ള ജലം ലഭ്യമാകാനുള്ള ഏതൊക്കെ തരത്തിലുള്ള സംവിധാനങ്ങളാണ് പഞ്ചായത്ത് നിലവിൽ നടത്തിക്കൊണ്ടു പോകുന്നത്? ആലങ്ങാട് പഞ്ചായത്തിലെ ജനങ്ങൾ പൂർണ്ണമായും ഈ കിണറുകളെ ആശ്രയിച്ച് പ്രകൃതിദത്തമായ കുടിവെള്ളമാണ് ആശ്രയിച്ച് നേരത്തെ പോന്നിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃഷിയുടെ ഒരു തകർച്ചയെ തുടർന്ന് കുടിവെള്ളം പ്രകൃതിദത്തമായി കിണറുകളിൽ നിന്നെല്ലാം ലഭിക്കുന്ന കുടിവെള്ളം വലിയ തോതിൽ മലിനമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുയർന്നു. തുടർന്നാണ് അവര് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കാൻ തുടങ്ങുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ആ പൈപ്പ് വെള്ളം പലപ്പോഴും കിട്ടുന്നതിലെല്ലാം വലിയ പോരായ്മ വരുന്നുണ്ട്. നിലവിൽ ആലങ്ങാട് പഞ്ചായത്തിലേക്ക് ഏതാണ്ട് കുറേയേറെ നാളുകൾക്ക് മുമ്പുള്ള ഒരു സ്റ്റോറേജ് ടാങ്കാണ് ഉള്ളത്. അതിനകത്തു നിന്നുള്ള വെള്ളം ഇപ്പോ ഉള്ള കണക്ഷൻ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് മതിയാകുന്ന ഒരു സാഹചര്യം ഇല്ല. ഇപ്പോ മുഴുവൻ ആളുകൾക്കും കണക്ഷൻ കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പദ്ധതി, ബൃഹത്തായ ഒരു പദ്ധതിക്ക് MLA തന്നെ, മന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നടപ്പാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി മുഴുവൻ വീടുകളിലും ശുദ്ധജല കണക്ഷൻ ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മാത്രമല്ല 10-40 കൊല്ലം മുമ്പുള്ള മൺപൈപ്പുകളാണ് ഈ വെള്ളം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഇട്ടിട്ടുള്ളത്. അതെല്ലാം വേനൽക്കാലം വരുന്നതോടുകൂടി തന്നെ ആ പൈപ്പുകൾ പലതും പൊട്ടുന്ന സ്ഥിതി വരും. വെള്ളത്തിന്റെ ആവശ്യം കൂടിയതോടുകൂടി വലിയ പ്രഷറിൽ വെള്ളം പമ്പ് ചെയ്യുന്ന സാഹചര്യം വന്നാൽ ഈ പൈപ്പുകൾ മുഴുവൻ പൊട്ടുന്ന അവസ്ഥയിലേക്ക് വരും. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ പഴയ മൺപൈപ്പുകളെല്ലാം തന്നെ മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഇപ്പോൾ സ്വീകരിക്കുകയാണ്. ആലങ്ങാടിനും കരിമാല്ലൂരിനും ഒക്കെ ആയിട്ടാണ് മുപ്പത്തരം പദ്ധതി ഉള്ളത്. അതിൽ കരിമാല്ലൂരിന് പ്രത്യേക പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളും എല്ലാം സ്വീകരിച്ചതിന്റെ ഭാഗമായി ഒരു 4-5 മാസത്തിനുള്ളിൽ ആലങ്ങാട് പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പൂർണ്ണമായും പരിഹാരം കാണാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. പഞ്ചായത്തും അതേപോലെ തന്നെ MLAയും ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് ആ പ്രവർത്തനം കാര്യക്ഷമതയോടുകൂടി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. തീർച്ചയായും ഈ മാലിന്യമുക്തം നവകേരളം എന്നൊരു പ്രധാന ആശയത്തിലേക്ക് എത്താൻ പോവുകയാണ് സംസ്ഥാനം. അത്തരത്തിൽ ആലങ്ങാട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എത്തരത്തിലാണ് മാലിന്യ സംസ്കരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്? മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആലങ്ങാട് പഞ്ചായത്ത് ഞങ്ങൾ 0-ൽ നിന്നാണ് തുടങ്ങിയത്. പക്ഷെ ഇന്നിപ്പോ ഈ പഞ്ചായത്ത് ആകെ തന്നെ പരിശോധിച്ചാൽ ഒരു വലിയ തോതിലുള്ള മുന്നേറ്റം ആ രംഗത്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം തന്നെ എല്ലാ വീടുകളിൽ നിന്നും ഞങ്ങൾ അത് കളക്ട് ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അതെല്ലാം ആ നിലയിൽ കളക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മുടെ തോടുകളിലോ ജലാശയങ്ങളിലോ അല്ലെങ്കിൽ വീടുകളുടെ തന്നെ പറമ്പിലോ ഒക്കെ ഇട്ട് കത്തിക്കുകയും വലിച്ചെറിയുകയും ഒക്കെ ചെയ്തിരുന്ന മാലിന്യങ്ങളാകെ ശേഖരിക്കാനും അത് ക്ലീൻ കേരളക്ക് കൊടുക്കാനും കഴിയുന്ന സാഹചര്യമുണ്ട്. ഒരു വാർഡിൽ നിന്ന് ഒരു മാസം ശരാശരി 600-700 കിലോ വരുന്ന മാലിന്യങ്ങളാണ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്നത്. ഏതാണ്ട് 21 വാർഡുകളിൽ നിന്നായി അങ്ങനെ ശേഖരിക്കുമ്പോൾ എത്ര ടൺ മാലിന്യമാണ്, പ്ലാസ്റ്റിക് മാലിന്യമാണ് ഒരു മാസം തന്നെ ശേഖരിക്കുന്ന സാഹചര്യമുള്ളത്. അതെല്ലാം ആലങ്ങാട് പഞ്ചായത്തിന്റെ വിവിധ തോടുകളിലോ റോഡുകളുടെ സൈഡുകളിലോ അല്ലെങ്കിൽ വീടിന്റെ പറമ്പിലോ ഒക്കെ ഇട്ട് കത്തിക്കുകയും വലിച്ചെറിയുകയും ചെയ്യുന്നതാണ്. അതാണ് ഞങ്ങൾ കളക്ട് ചെയ്ത് അത് നമ്മുടെ ക്ലീൻ കേരളക്ക് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് ഈ മാലിന്യ സംസ്കരണത്തിലുള്ള ഒരു വലിയ പങ്ക് തിരിച്ചറിയാനും അത് നടപ്പാക്കാനും ഏറ്റവും ഫലപ്രദമായി മുന്നിൽ നിന്ന് ആ കാര്യത്തിൽ പ്രവർത്തിക്കാനും ആലങ്ങാട് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വളരെ മുന്നോട്ട് പോകാൻ ആ രംഗത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാ വീടുകൾക്കും അവരുടെ വീടുകളിലുള്ള ഫുഡ് വേസ്റ്റ് അടക്കമുള്ള സംഗതികൾ സംസ്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബയോ ബിന്നുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ആലങ്ങാട് പഞ്ചായത്തിലുള്ള മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും സ്കൂളുകൾ അടക്കം എല്ലാം ഹരിത സ്ഥാപനങ്ങളായി ഇതിനകം തന്നെ പ്രഖ്യാപിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. വലിച്ചെറിയൽ മുക്തമായ പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും പ്രദേശങ്ങളിൽ ഇത് പരിശോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്യാമറ സംവിധാനങ്ങളും എല്ലാം ഏർപ്പെടുത്താൻ
ആലങ്ങാട് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം വലിയ തന്നെ തുടർന്ന് മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഈ അംഗനവാടികളാണെങ്കിലും സ്കൂളുകളും കേന്ദ്രീകരിച്ച് എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്? ഒപ്പം തന്നെ ഈ ഒരു ലഹരി ഇപ്പോൾ വിദ്യാർത്ഥികളെല്ലാം തന്നെ പ്രധാനമായും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ലഹരി മരുന്ന് ഉപയോഗങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിൽ വ്യാപകമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവർക്കായിട്ടുള്ള ലഹരി വിരുദ്ധ പദ്ധതികൾ പ്രവർത്തനങ്ങൾ ഒക്കെ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ടോ? നമ്മുടെ പഞ്ചായത്ത് ഇപ്പോൾ അംഗൻവാടികൾ സ്ഥലമുള്ളത് പൂർണ്ണമായും നമ്മൾ കെട്ടിടം നിർമ്മിച്ച് കഴിയുന്ന സ്ഥിതി ഉണ്ടായി. ഇത്തവണ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ 2 കെട്ടിടങ്ങൾ പൂർണ്ണമായും നിർമ്മിച്ച് അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് നടത്തുന്ന സ്ഥിതി ഉണ്ടായി. 2 കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്ന സ്ഥിതിയിലേക്ക് നിൽക്കുകയാണ്. സ്ഥലം ലഭ്യമാകാൻ കഴിയുന്ന എല്ലാ അംഗൻവാടികൾക്കും കെട്ടിടം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏതാനും ചില അംഗൻവാടികൾക്കാണ് സ്ഥല സൗകര്യമില്ലാത്ത ഒരു സ്ഥിതിയുള്ളത്. അതുകൂടി പരിശോധിച്ച് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയെല്ലാം സ്വീകരിക്കുന്ന സ്ഥിതിയുണ്ട്. സ്കൂളുകളുടെ LP സ്കൂളുകളുടെ എല്ലാം പ്രവർത്തനം മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ കോട്ടപ്പുറം ഗവൺമെന്റ് LP സ്കൂളിന് 1 കോടി രൂപ മുടക്കിയിട്ട് അവിടെ മന്ത്രി തന്നെ ഒരു പുതിയ കെട്ടിടം പണിയുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ ഗവൺമെന്റ് LP സ്കൂളുകളിലും അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അവർക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അതോടൊപ്പം തന്നെ സ്പോർട്സ് കൗൺസിലുമായി സഹകരിച്ചുകൊണ്ട് കുട്ടികളുടെ കായിക വിദ്യാഭ്യാസത്തിന്റെ കഴിയുന്ന തരത്തിൽ ഒരു ഹെൽത്തി കിഡ്സ് എന്ന രൂപത്തിലുള്ള ഒരു സ്ഥാപനം തന്നെ നമുക്ക് തിരുവാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് വലിയ തോതിലുള്ള മുന്നോട്ട് പോക്കുണ്ടായിട്ടുണ്ട്. ലഹരി മാഫിയയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുടുംബശ്രീ സംവിധാനങ്ങളെ അതേപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതേപോലെ റെസിഡൻസ് അസോസിയേഷനുകളും വ്യാപാര സ്ഥാപനങ്ങളും ഇവരെല്ലാമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു ക്യാമ്പയിൻ ആ രംഗത്തേക്ക് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. വിവിധ സ്കൂളുകളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളും എല്ലാം നടത്തി പോകുന്ന സ്ഥിതിയിലേക്കുണ്ട്. റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളെല്ലാം വിളിച്ചത് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാക്കിയിട്ടുണ്ട്. ലഹരി വിരുദ്ധ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെ ആലങ്ങാട് പഞ്ചായത്ത് എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിവിധങ്ങളായ പരിപാടികൾ പഞ്ചായത്തിൽ ലഹരിക്കെതിരായി നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണമാണ് ഞങ്ങളിപ്പോ നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും വന്നിരിക്കാൻ കഴിയുന്ന പൊതു ഇടങ്ങൾ സംരക്ഷിക്കാനും അത് വിപുലപ്പെടുത്താനും ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആലങ്ങാട് പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി ഇപ്പോൾ പഴന്തോട് എന്ന് പറയുന്ന ഒരു പ്രദേശം വികസിക്കുകയാണ്. അവിടെ കുട്ടികൾക്ക് ഉല്ലസിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആർക്കും ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ഓപ്പൺ സ്റ്റേജ് അവിടെ ഉണ്ട്. അപ്പൊ വിവിധ കായിക പരിപാടികളെല്ലാം നടത്തുന്ന സ്ഥിതിയുണ്ട്. ആരോഗ്യരംഗം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഓപ്പൺ ജിം അവിടെ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നടക്കാൻ കഴിയുന്ന തരത്തിൽ രാവിലെയുള്ള വ്യായാമത്തിന് ആവശ്യമായിട്ടുള്ള നടപ്പാതകളും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള നടപടിയും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ നമ്മുടെ ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് MLA തന്നെ മുൻകൈ എടുത്തുകൊണ്ട് 1 കോടി രൂപയുടെ ഒരു വർക്ക് പൂർത്തീകരിച്ചു. അതിന്റെ ഒരു സ്ട്രക്ചർ ഇപ്പോൾ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 1,60,00,000 രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 4-5 മാസത്തിനുള്ളിൽ ആ കെട്ടിടത്തിന്റെ പൂർണ്ണമായും പൂർത്തീകരിക്കാൻ നമുക്കാകും. ഏറ്റവും തീർച്ചയായും ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി അതിലെല്ലാം തന്നെ വിജയം കണ്ടുവന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് പ്രസിഡന്റ് മനാഫാണ് നമ്മളോടൊപ്പം ഈ ഒരു പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി മനാഫ്.